അങ്ങനെ ആ പൂക്കാരി സൂര്യയുടെ കയ്യിലേക്ക് കുറച്ച് മുല്ലമുട്ട് കൊടുത്തിട്ട് പറയുന്നുണ്ട്, കുറച്ച് മുല്ലമുട്ടും കൂടി ഉണ്ട് സാർ, സാറിന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമാകും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, അങ്ങനെ ഭാര്യയ്ക്ക് ഇഷ്ടമാകണമെന്ന് നിർബന്ധമൊന്നും എനിക്കില്ല. ഞാൻ ഇതെന്റെ ഭാര്യയ്ക്ക് കൊടുക്കുമ്പോൾ അത് കണ്ടിട്ട് എന്റെ അമ്മക്ക് ദേഷ്യം വരും. തള്ളമാർക്ക് പൂക്കൾ ദേഷ്യമാണ് ഞാൻ കുറച്ച് മുൻപാണ് അറിഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അവൻ ക്യാഷ് എടുത്തിട്ട് അവരുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് അവൻ പൂവും മേടിച്ചിട്ട് പോവാൻ നിൽക്കുകയാണ്. ആ സമയത്ത് പൂക്കാരി പറയുന്നുണ്ട്, സാറെ ക്യാഷ് ബാക്കിയുണ്ട്. സൂര്യ പറയുന്നുണ്ട്, അത് വെച്ചോന്നേ, സാരമില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ആടി ആടിക്കൊണ്ട് അവൻ വണ്ടിയിൽ പോയി കയറുക കേട്ടോ. ഇതെല്ലാം ഒളിഞ്ഞു നോക്കിക്കൊണ്ട് നന്ദിനി നിൽപ്പുണ്ടായിരുന്നു. ശേഷം ആ പൂക്കാരി നോക്കുന്നുണ്ട്, അയ്യോ ഇവിടെ നിന്ന് ആ കൊച്ചെന്തേ എന്ന് ആലോചിക്കാൻ. ആ പോണേ പോട്ടെ എന്ന് പറഞ്ഞ് അവർ അകത്തേക്ക് പോവാണ്. എന്നാൽ നന്ദിനി ആട്ടെ സൂര്യ അവിടെ നിന്നും പോകാത്തത് കൊണ്ട് അവൾക്ക് മുന്നിലേക്ക് വരാനും വയ്യ. അവസാനം സൂര്യ വണ്ടി എടുത്ത് അവിടെ നിന്നും യാത്രയാവുകയാണ്. സൂര്യ പറഞ്ഞ വാക്കുകൾ ആലോചിച്ചിട്ട് അവനക്ക് വിഷമാകാൻ. അങ്ങനെ അവൾ അവിടെ നിന്നും വീണ്ടും നടന്ന് നീങ്ങുകയാണ്. അതേസമയം വഴിയരികിൽ നേരത്തെ അവിടെ വന്നിരുന്ന രണ്ട് മോഷ്ടാക്കളിൽ നിന്ന് സംസാരിക്കാൻ കേട്ടോ. അപ്പോഴാണ് അതുവഴിയെ നന്ദിനി നടന്നു പോകുന്നത്. അവൾ മറ്റേതോ ലോകത്ത് ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ വഴിയരികിൽ നിൽക്കുന്ന മോഷ്ടാക്കളൊന്നും അവളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അവൾ അങ്ങനെ നടന്നു നീങ്ങി അവരുടെ മുന്നിലൂടെ പാസ് ചെയ്ത് പോവാണ്. നന്ദിനിയെ കാണുമ്പോൾ അവരിൽ ഒരാൾ പറയുന്നുണ്ട്, ദേ ഇത് ഇന്ന് നമ്മൾ കയറിയ വീട്ടിലെ പെൺകുട്ടിയല്ലേ? അതെ എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് അവർ മിത്രയെ വിളിക്കാൻ. മിത്രയാകട്ടെ അവളുടെ വീട്ടിൽ കള്ളും കുടിച്ച് ബോധമൊക്കെ പോയി ഉറങ്ങാൻ കേട്ടോ. ആ സമയത്ത് ഫോൺ റിങ്ങുമ്പോൾ ഫോൺ എടുക്കുന്നുണ്ട്. എന്താടാ ഈ സമയത്തെ? നിങ്ങളോട് എന്നെ ഇങ്ങനെ വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അവർ പറയുന്നുണ്ട്, മാഡം നേരത്തെ മാഡം പറഞ്ഞ ആ പെൺകുട്ടിയില്ലേ ഇന്ന് മോഷണത്തിന് പോയ വീട്ടിൽ, അവൾ ഇപ്പോൾ ഇതുവഴിയെ ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് കണ്ടു എന്ന് പറയാണ്. ഇത് കേട്ടതും മിത്ര ബെഡിൽ നിന്നും ചാടി എഴുന്നേൽക്കാൻ കേട്ടോ. എന്നിട്ട് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അവൾ ഞങ്ങൾക്ക് മുന്നേ നടന്നു പോയി. എങ്കിൽ അവളെ വെറുതെ വിഴുത്, നിങ്ങൾ ഫോളോ ചെയ്യേ, ഞാൻ ഇപ്പോൾ തന്നെ വരാം, നിങ്ങൾ എവിടെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചറിയാണ്. എന്നിട്ട് അവൾ ഫോൺ കട്ട് ചെയ്ത് അവിടെ നിന്നും ഇറങ്ങാൻ. ഫോൺ വെച്ചതിന് ശേഷം ആ മോഷ്ടാക്കൾ രണ്ടുപേരും നന്ദിനിയെ ഫോളോ ചെയ്ത് അവളുടെ പിന്നാലെ നടക്കുകയാണ് കേട്ടോ. അതേസമയം സൂര്യയുടെ വീട്ടിലെ എല്ലാവരും കിടന്നു കേട്ടോ. അപ്പോൾ യതീന്ദ്രൻ സാറിന്റെ ഫോൺ റിങ് ചെയ്യാണ്. അങ്ങനെ അദ്ദേഹം ഫോൺ എടുക്കുന്നുണ്ട്. അത് സൂര്യയുടെ ഫ്രണ്ട് അശ്വിനായിരുന്നു. സൂര്യയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു, സാറ് ഒന്ന് ഫോൺ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ഞാൻ അവന് ഉറങ്ങിക്കഴിഞ്ഞാൽ പോയി നോക്കാം, തിരിച്ച് നിന്നെ വിളിക്കാൻ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്യാൻ. എന്നിട്ട് യതീന്ദ്രൻ സാർ സൂര്യയുടെ റൂമിലേക്ക് പോകുന്നു. അവർക്കവിടെ പട്ടാപ്പകലാണെങ്കിൽ ഞങ്ങൾക്കിവിടെ പാതിരാത്രിയാണെന്നും ആർക്കും അറിയണ്ടേ ഹോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സൂര്യയുടെ ഡോറിന് തട്ടി വിളിക്കുന്നുണ്ട്. സൂര്യ സൂര്യ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ ഡോർ തുറക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഡോർ തുറന്നിട്ട് അദ്ദേഹം അകത്തേക്ക് കടക്കുക. ആ സമയത്ത് സൂര്യയെയും നന്ദിനിയെയും ആ റൂമിൽ കാണുന്നില്ല. ഒരുപാട് തിരിഞ്ഞതിനു ശേഷം അദ്ദേഹം പുറത്തിറങ്ങുക. എന്നിട്ട് ഇന്ദ്രജയുടെ റൂമിന്റെ ഡോറിന് തട്ടി വിളിക്കാൻ. അപ്പോൾ ഇന്ദ്രജയും വിജയും പുറത്തേക്ക് വരുന്നുണ്ട്. ഓ, നിങ്ങൾ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കാം. ഞങ്ങളിപ്പോൾ പുറത്ത് പോയി വന്നതേ ഉള്ളൂ ഡാഡി എന്ന് പറയട്ടെ ഇന്ദ്രജ. അപ്പോൾ യതീന്ദ്രൻ സർ പറയുന്നുണ്ട്, ഞാൻ സൂര്യയുടെ ഫ്രണ്ട് എന്നെ വിളിച്ചിരുന്നു, അവനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല മറ്റോ പറഞ്ഞിട്ട് തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ സൂര്യയുടെ റൂമിൽ പോയപ്പോൾ അവനെ കാണുന്നില്ല. മാത്രമല്ല നന്ദിനിയും അവിടെ ഇല്ല. നന്ദിനിയും ഇല്ലേ? അവളെവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട് ഇന്ദ്രജ. അറിയില്ല. നിങ്ങൾ സൂര്യയെ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല എന്നവർ പറയാൻ കേട്ടോ. ചിലപ്പോൾ നന്ദിനിയെ അടുക്കളയിൽ കാണും എന്ന് പറയാണ്. എന്നിട്ട് അവർ മൂന്ന് പേരും കൂടിയും താഴെ ഹാളിൽ വന്ന് അടുക്കളയെ നോക്കുന്നുണ്ട്. ഇന്ദ്രജ അടുക്കളയെ നോക്കിയതിനു ശേഷം പറയുന്നുണ്ട്, അവിടെ എങ്ങും അവളെ കാണുന്നില്ല ഡാഡി. പിന്നെ അവൾ എവിടെ പോകാൻ എന്ന് പറയും. അപ്പോൾ വേദയും പറയുന്നുണ്ട്, ഞാൻ അവിടെ എല്ലാം നോക്കി, എവിടെയും അവളെ കാണുന്നില്ല. പിന്നെ അവൾ എവിടെ പോയി എന്ന് ദിൻസ്രാൻ ആലോചിച്ചുകൊണ്ട് അദ്ദേഹം മുൻവാതിലിന്റെ ലോക്ക് നോക്കാൻ. എന്നിട്ട് അടുത്ത് പോയി നോക്കുന്നുണ്ട്. അത് ഓപ്പണായി കിടക്കുകയാണ്. ഞാൻ കിടക്കാൻ പോകുന്നതിന് മുൻപ് എല്ലാം കുറ്റിയിട്ടിട്ടാണല്ലോ പോയത്, ഇപ്പോൾ അത് തുറന്നു കിടക്കുകയാണ്, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിജയ് ചോദിക്കുന്നുണ്ട്, അങ്കിളെ ഇനി നന്ദിനി പോയോ? അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട്, അവളുടെ ബാഗ് മുറിയിലിടാൻ നോക്കട്ടെ, വാടി എന്ന് പറഞ്ഞ് വേദയും വിളിച്ച് അകത്തേക്ക് പോവാൻ കേട്ടോ. അപ്പോൾ യതീന്ദ്ര സാർ വിജയോട് പറയുന്നുണ്ട്, ഒരു ദിവസം എല്ലാവരും കൂടി ടോർച്ചർ ചെയ്തതാണ് ആ പാവത്തിനെ. അവൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് അതിനൊക്കെ കാരണക്കാർ എന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് പോവാൻ കേട്ടോ, നന്ദിനിയെ തിരയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിജയ് അവിടെ നിന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞ് ആലോചിച്ചിട്ട് നന്ദിനി നന്ദിനി എന്ന് വിളിച്ച് അവനും തിരയാണ്. പിന്നീട് കാണിക്കുന്നത് സൂര്യ റൂമിലെത്തി ഇന്ദ്രജയും വേദയും അവരുടെ ബാഗ് തിരയാൻ. പക്ഷെ അവരെയൊന്നും അവർക്ക് ബാഗൊന്നും കണ്ടെത്താനായില്ല. അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട്, ബാഗ് ഇവിടെ ഒന്നും കാണാനില്ല, അവൾ പോയെന്നാ തോന്നുന്നത്. വേദ പറയുന്നുണ്ട്, നമ്മുടെ സകല പ്ലാനും പൊളിയല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നീ വന്നേ എന്നും പറഞ്ഞ് ഇന്ദ്രജ വേദയും കൂട്ടിട്ട് വീണ്ടും ഡാഡിയുടെ അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് പറയാ, ഡാഡി അവൾ ബാഗ് എടുത്തിട്ടുണ്ട്, അവൾ ഇറങ്ങിപ്പോയി എന്നാണ് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഈ നാട് അവൾക്ക് പരിചയമില്ല, പിന്നെ എങ്ങോട്ട് പോകാനാണ് ആ കുട്ടി? അപ്പോൾ വേദ പറയാണ്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ധിക്കാരമല്ലേ? ഇത് കേട്ടത് മെരികേന്ദ്രൻ സാറ് വിരൽ ചൂണ്ടിക്കൊണ്ട്, മിണ്ടി പോകരുത് നീയൊക്കെ. കള്ളിയാക്കാനും പോലീസിനെ വിളിക്കാനും പോലീസിനെ കൊണ്ട് ചോദ്യം ചെയ്യാനൊക്കെ വലിയ എളുപ്പമായിരുന്നല്ലോ. ആ സമയത്ത് ഓർത്തില്ല ഇതൊരു മനുഷ്യ ജീവിയാണ്, അതിനൊരു മനസ്സുണ്ട് എന്നൊക്കെ. അപ്പോൾ വിജയ് പറയുന്നുണ്ട്, അങ്കിളെ ആന്റി ഉണർന്ന് വിവരം അറിഞ്ഞാൽ ആകെ പ്രശ്നമാകും. അപ്പോൾ യതീന്ദ്ര സാർ മക്കളോട് പറയാണ്, നോക്ക്, നാളെ ഒരു ബിസിനസ് മീറ്റിങ്ങിന് പോകാനുള്ളത് കൊണ്ട് അമ്മ നല്ല ഉറക്കമാണ്, അമ്മയോട് ഒരു കാരണവശാലും ഇത് പറയരുത്. എന്നിട്ട് വിജയോട് പറയാണ്, വണ്ടി എടുക്ക്, നമുക്ക് അവളെ കണ്ടുപിടിക്കണം എന്ന് പറയാണ്. അങ്ങനെ അവർ പോകാൻ ഇറങ്ങുമ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട്, വിജയ് നിങ്ങൾ രണ്ടുപേരും എന്തായാലും ഒരു വണ്ടിയിൽ പോകണ്ട, രണ്ട് വണ്ടി എടുത്ത് രണ്ട് ദിശയിൽ നിങ്ങൾ തിരഞ്ഞോളൂ. എന്തായാലും അവൾ അധിക ദൂരമൊന്നും പോയി കാണില്ല. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ എല്ലായിടത്തും നോക്കണേ എന്ന് പറയാം. അപ്പോൾ ദിൻസർ പറയുന്നുണ്ട്, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോ.
പത്മം എഴുന്നേൽക്കരുത്, അവൾ ഈ വിവരം ഒരു കാരണവശാലും അറിയരുത്, കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാൻ ട്ടോ. ശേഷം വേദ ചോദിക്കുന്നുണ്ട്, ശരിക്കും അവൾ പോയതാണോ ചേച്ചി? ഇന്ദ്രജ പറയാണ്, ആ ആഭരണത്തിന്റെ കാര്യം വന്നപ്പോൾ എന്റെ നിയന്ത്രണം വിട്ടുപോയി. പറയാവുന്നത്രയും നമ്മൾ പറഞ്ഞില്ലേ, ദേഷ്യപ്പെടാവുന്നത്രയും നമ്മൾ ദേഷ്യപ്പെടുകയും ചെയ്തു. സാരമില്ല, അവർ കണ്ടെത്തിക്കോളും എന്ന് പറയാൻ അവൾ. വേദ പറയുന്നത്, ഈ ഏട്ടൻ എവിടെ പോയി കിടക്കുകയാണോ? ഇന്ദ്രജ പറയാന്നുണ്ട്, അവൻ വന്നാലും വലിയ കാര്യമൊന്നുമില്ലല്ലോ, ബോധത്തിലല്ലല്ലോ. എന്നിട്ട് അവർ അകത്തേക്ക് പോവാണ്. അതേസമയം നന്ദിനിയാട്ടെ റോഡിലൂടെ അങ്ങ് നടക്കുകയാണ് ട്ടോ. അവളെ പിന്തുടർന്നുകൊണ്ട് ആ രണ്ട് മോഷ്ടാക്കളും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ നടന്ന് ഒരു ആൾക്കൂട്ടം കാണാൻ ട്ടോ. അവിടെ ചായ വിൽക്കുന്ന ഒരാളും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പലരും ചായ വാങ്ങി കുടിക്കുകയാണ്. അങ്ങനെ അവൾ അവരുടെ അടുത്തേക്ക് പോവാൻ. എന്നിട്ട് ഒരാൾ ചോദിക്കുന്നുണ്ട്, ചേട്ടാ എന്റെ കയ്യിൽ ക്യാഷില്ല, എനിക്ക് നാട്ടിലേക്ക് പോകാൻ ബസ്സിന് കയറാൻ വേണ്ടി ബസ് കൂലി വേണം, ഒരു 400 രൂപ തരാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം കളിയാക്കാൻ ട്ടോ, ഇന്നലെ ഒരുത്തി കുട്ടിയെ കൊണ്ടുവന്ന് 500 രൂപ ചോദിച്ചത്, ഇവൾ 400 രൂപയാണ് ചോദിക്കുന്നത്, അത് ഇത്തിരി കുറഞ്ഞു പോയി അല്ലേ, ഇങ്ങനെ ഓരോരുത്തർ ഇറങ്ങിക്കോളും എന്നൊക്കെ പറയാൻ. അങ്ങനെ അവൾ അടുത്ത ആളടുത്ത് പോയി ചോദിക്കും. അങ്ങനെ മാറി മാറി ചോദിക്കുകയാണ്, എല്ലാവരും കൈ വളർത്തുകയാണ്. അവസാനം ആ ചായ വിൽക്കുന്ന ആൾ ചോദിക്കുന്നുണ്ട്, മോൾക്ക് ചായ വേണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ അടുത്ത് പോയി പറയുന്നുണ്ട്, വേണ്ട, എനിക്കൊരു 400 രൂപ തരാൻ പറ്റും, നാട്ടിൽ പോയതിനു ശേഷം ഞാൻ നിങ്ങളുടെ നമ്പറിലേക്ക് അയച്ചോളാം എന്ന് പറയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇല്ല മോളെ, എനിക്ക് ഓരോ ദിവസവും രാത്രി കഴിയുമ്പോൾ അടവുകാർ വരും, അവർമാർക്ക് സമയത്തിന് പൈസ കൊടുത്തില്ലെങ്കിൽ ഈ സൈക്കിളും എൻ്റെ ഈ സാധനങ്ങളും എല്ലാം അവർ വലിച്ചെറിയും, അവർക്ക് കൊടുക്കാൻ കരുതിയ ക്യാഷ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ എന്ന് പറയാം. അപ്പോഴേക്കും അടവ് വാങ്ങാൻ വന്ന ആള് എവിടെത്താണ്. അങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാമെന്ന് അവളോട് പറയുന്നു. അങ്ങനെ അയാൾ അടവിനുള്ള ക്യാഷൊക്കെ അയച്ച് ആ കാർഡൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, ഇതേതാ പെൺകുട്ടി? ഈ പെൺകുട്ടി കയ്യിൽ ക്യാഷ് ബാഗ് നഷ്ടപ്പെട്ടു പോയി, വണ്ടിക്കൂലി എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിക്കാൻ വന്നതാണ്, നിങ്ങളുടെ കയ്യിൽ കൊടുക്കാനുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കാം. അപ്പോൾ അടവുകാരൻ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഉണ്ട്, പക്ഷെ അതിന് അധ്വാനം വേണം എന്ന് പറയാനുണ്ട്. അപ്പോഴേക്കും ഒരു സ്ത്രീ അവിടെ എത്തുകയാണ്. അവരെ കണ്ടതും അടവുകാരൻ ഒന്ന് പേടിക്കുന്നുണ്ട്. അവൾ ഓട്ടോയിൽ നിന്നിറങ്ങി അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കും, എന്താടോ ഇവിടെ? ഒന്നുമില്ലേ, പണയം വെക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചതാണ് എന്ന് പറയാം. എന്നിട്ട് അദ്ദേഹം അവരെ ഒന്ന് പേടിച്ചുകൊണ്ട് വേഗം തടുത്തപ്പോൾ ശേഷം ആ സ്ത്രീ നന്ദിനിയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ കാര്യം? നിനക്ക് ക്യാഷല്ലേ വേണ്ട, ഞാൻ തരാം എന്ന് പറഞ്ഞ് 500 രൂപ എടുത്ത് കൊടുക്കും. അവൾ പറയുന്നത്, അയ്യോ ചേച്ചി, എനിക്ക് ഇത്രയും ക്യാഷ് വേണം, എനിക്ക് 400 രൂപ മാത്രം മതി എന്ന് പറയാണ്. വേണ്ട, നീ വെച്ചോളൂ കുട്ടി എന്ന് പറയാൻ. അപ്പോൾ അവൾ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പണത്തിന് ആവശ്യമുള്ള സമയത്ത് അത് ഉപകരിച്ചിട്ടുണ്ട്, പിന്നെ അതുകൊണ്ട് എന്താണ് കാര്യം? കുട്ടി ഓട്ടോയിൽ കയറി പൊയ്ക്കോളൂ, എന്നിട്ട് ഡ്രൈവറോട് ബസ് സ്റ്റാൻഡിൽ ഇറക്കി വിടാൻ പറയാൻ. ഈ സമയം മോശമാണ്, അധികം ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ആ ഓട്ടോയിൽ കയറി വരികയാണ് ട്ടോ. അങ്ങനെ ആ ഓട്ടോ അല്പദൂരം ചെന്നതും അത് എന്തോ കംപ്ലൈന്റ് കാരണം സ്റ്റക്ക് ആവുക. അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ അടുത്ത് തന്നെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, ഞാൻ വേഗം പോയി ആളെ വിളിച്ചിട്ട് വരാം, കുട്ടി എന്തായാലും പുറത്തിറങ്ങി നിൽക്കാൻ, അകത്ത് കയറി ഇരുന്നോളൂ എന്ന് പറയാൻ ട്ടോ. അങ്ങനെ അവൾ ഓട്ടോയിൽ കയറി ഇരിക്കുകയാണ്. അതേസമയം അവളെ ഫോളോ ചെയ്ത് വന്ന ആ മോഷ്ടാക്കൾക്ക് നന്ദിനി ശരിക്കും മിസ്സായി പോയി. അവർ പറയുന്നുണ്ട്, മിത്ര മേഡം എത്രയും പെട്ടെന്ന് ഇവിടെ എത്തി, അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി വേഗം തടി തപ്പാം എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നിൽക്കുകയാണ്. ആ സമയത്താണ് നന്ദിനി തലയിട്ട് പുറത്തേക്ക് നോക്കുന്നത്. ഇവരെ കണ്ടതും അവൾ ആകെ ഷോക്കാവും. അവരും നന്ദിനിയെ കാണാൻ കേട്ടോ, അവരും പേടിച്ചു പോവാൻ. എടോ, നീയല്ലടോ ഇന്ന് വീട്ടിൽ വന്ന ആ മോഷ്ടാ, നിൽക്കവിടെ, പണവും ആഭരണങ്ങളും അടിച്ചു മാറ്റി മുങ്ങിയത് നിങ്ങളല്ലേ എന്ന് പറയാൻ. അത് കണ്ട് പേടിച്ച് അവർ ഓടുകയാണ്. പിന്നാലെ തന്നെ നന്ദിനിയും ഓടുകയാണ് കേട്ടോ. അങ്ങനെ ആ ഓട്ടത്തിനിടയിൽ മിത്ര അവിടെ എത്തുകയും അവളുടെ വണ്ടി തട്ടി നന്ദിനി റോഡിൽ വിടുകയും അവൾ തല മുറിവ് വന്ന് ബ്ലഡ് ഒഴുകുകയൊക്കെ ചെയ്യാണ്ട്. അപ്പോഴേക്കും ആ ഗുണ്ടകൾ തിരിഞ്ഞെത്തുകയാണ്. മിത്ര പറയുന്നുണ്ട്, കറക്റ്റ് സമയത്താണല്ലോ ഞാൻ എത്തിയത്. അതെ മേഡം എന്ന് അവർ പറയാണ്. ഞങ്ങൾ ഇവളെ ഫോളോ ചെയ്ത് നടക്കുകയായിരുന്നു എന്നും പറയാൻ. എങ്കിൽ തൂക്കിയെടുത്ത് വണ്ടിയിൽ വെക്കടാ എന്ന് പറയാൻ. അങ്ങനെ ആ രണ്ട് ഗുണ്ടകളും ചേർന്ന് നന്ദിനിയെ റോഡിൽ നിന്നും പൊക്കി വണ്ടിയിൽ കയറ്റാൻ ട്ടോ. അതേസമയം മറുവശത്ത് യതീന്ദ്ര സാറും വിജയ് നന്ദിനിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ട്ടോ. അങ്ങനെ ഏറെ തിരച്ചിൽ നടത്തിയതിനു ശേഷം അവർക്ക് നന്ദിനിയെ കണ്ടെത്താനായില്ല. രണ്ടുപേരും വീട്ടിൽ തിരിച്ചെത്തുകയാണ്. എന്നാൽ വിജയും ഡാഡിയും വരുന്നതും കാത്ത് ഇന്ദ്രജയും വേദയും നോക്കി നിൽക്കാൻ ട്ടോ. അങ്ങനെ അവർ ചോദിക്കുന്നു, എന്തായി ഡാഡി, എന്തായി കാര്യം? നന്ദിനിയെ കണ്ടെത്തിയെന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, അവളെ അവിടെ എവിടെയും കാണാനില്ല. ഒരുപക്ഷെ അവൾ വണ്ടി കയറി അവളുടെ നാട്ടിലേക്ക് പോയി കാണും, അതോ ഇനി അവൾക്ക് മറ്റെന്തെങ്കിലും സംഭവിച്ചോ എന്നൊന്നും അറിയാനാവില്ലല്ലോ എന്ന് പറയാണ്. പക്ഷെ അവൾക്ക് ഇവിടെ ആരാ ശത്രുക്കള് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇന്ദ്രജ. ശത്രുക്കള് അവൾക്ക് ഇതുവരെ ഇവിടെ ഇല്ലായിരിക്കും, പക്ഷെ സൂര്യ വിവാഹം കഴിച്ചതോട് കൂടിയിട്ട് കുറച്ച് ശത്രുക്കളൊക്കെ അവളുടെ ചുറ്റും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാണ്. എന്തായാലും ഇനി രാവിലെ അന്വേഷിക്കേണ്ടി വരും, പോലീസിൽ പരാതി നൽകേണ്ടി വരും എന്നൊക്കെ പറയാണ്. അങ്ങനെ പോലീസിൽ പരാതി നൽകിയാൽ ആദ്യം കേസ് വരുന്നത് നമുക്കെതിരെ ആയിരിക്കും. കാരണം ഇന്നലെ വരെ ആ പോലീസ് പറഞ്ഞിട്ടുള്ളൂ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അമ്മയും മക്കളും അഴിയെണ്ണേണ്ടി വരുമെന്ന്. അതുകൊണ്ട് അതിനും പറ്റില്ലല്ലോ എന്ന് വേദ പറയാൻ ട്ടോ. അതേസമയം മിത്ര നന്ദിനിയെയും കൊണ്ട് ഒരു ഒളിത്താവളത്തിലെത്തുകയാണ്. എന്നിട്ട് നന്ദിനിയെ അവിടെ ആക്കാൻ ട്ടോ. അവൾക്ക് കാവലായിട്ട് ആ രണ്ട് മോഷ്ടാക്കളെയും അവിടെ നിയമിക്കുകയാണ്. ഒരു കാരണവശാലും അവൾ ഉണർന്നു കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്നും രക്ഷപ്പെടാൻ പാടില്ല, നിങ്ങൾ ഇവിടെ അവളെയും നോക്കി നിൽക്കണം, അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ഞാൻ നൽകിയിരിക്കും എന്ന് പറയാൻ ട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും വീടിന് പുറത്ത് അവൾക്ക് കാവലായിട്ട് ഇരിക്കാൻ ട്ടോ. ശേഷം മിത്ര നേരെ പോകുന്നത് അവളുടെ ഡാഡിയെയും അമ്മയും കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവരെ വിളിച്ചു നിർത്താണ്ട് എന്നിട്ട് പറയുന്നുണ്ട്, ഡാഡി നല്ലൊരു കേസ് നമുക്ക് ഒത്തു വന്നിട്ടുണ്ട്, ഇത് കേട്ടാൽ ഡാഡിക്ക് സന്തോഷമാക്കും എന്ന് പറയാണ്. അപ്പോൾ എന്താ കാര്യം എന്ന് തിരക്കുന്നുണ്ട് കേട്ടോ. ആ സൂര്യയില്ലേ, അവന് വിവാഹം കഴിച്ച ആ വേലക്കാരി പെണ്ണെ, അവളിപ്പോൾ എൻ്റെ കസ്റ്റഡിയിലുണ്ട്.
ഇന്നലെ രാത്രി എൻ്റെ ആളുകളാണ് അവളെ വഴിയിൽ നിന്നും കണ്ടെത്തിയത്. ഭാഗ്യത്തിന് ഞാൻ വന്നതും അവൾ എൻ്റെ വണ്ടിയുടെ മുന്നിലേക്ക് ഓടി വരികയായിരുന്നു. അതോട് കൂടിയിട്ട് അവളുടെ ബോധം പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആ പഴയ വീട്ടിൽ അവളെ ഞാൻ കൊണ്ടിട്ട് ബന്ധിതയാക്കിയിട്ടുണ്ട്. കൂടെ നോക്കാൻ 2 ആളെയും ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ട്ടോ. ഇത് കേൾക്കുന്ന വിശ്വനാഥൻ പറയുന്നുണ്ട്, അടി കൊടുക്കേണ്ടത് ഇവൾക്കോ ഇവളുടെ കഴുത്തിൽ ചാൽ ചാർത്തിയ സൂര്യക്കോ അല്ല, പത്മയ്ക്കാണ്. നമ്മൾ ഇവളെ വെച്ച് പത്മയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു കെണി ഒരുക്കും. എന്തായാലും എനിക്ക് അവളോടുള്ള ആ ഒരു വൈരാഗ്യം അതൊരിക്കലും മറക്കാനാവില്ല. അതുകൊണ്ട് നമുക്ക് ഈ അവസരം മുതലെടുക്കണം എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് നന്ദിനിക്ക് ബോധം തെളിയാൻ ട്ടോ. അവൾ ചുറ്റും നോക്കുന്നുണ്ട്. അവൾക്ക് തികച്ചും അപരിചിതമായ ഒരു റൂം. അവിടെയാണെങ്കിലോ എന്തൊക്കെയോ പഴയ സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഞാനിത് എവിടെയാണ്, എനിക്ക് എന്താ സംഭവിച്ചത് എന്നവൾ ആലോചിക്കുന്നുണ്ട്. പക്ഷെ അവൾക്കൊന്നും ഓർമ്മയില്ല. അവൾ ആ മോഷ്ടാക്കളെ കണ്ടത് മാത്രം അവൾക്ക് ഓർമ്മയുള്ളൂ. ബാക്കി സംഭവിച്ചതൊന്നും അറിയില്ല. അങ്ങനെ അവൾ പതിയെ ആ ചെയറിൽ നിന്നും എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ചുറ്റും നോക്കുന്നുണ്ട്. അവൾ മുറ്റത്തേക്ക് ഇറങ്ങാൻ ട്ടോ. മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴും അവൾക്കൊരു പരിചയമില്ലാത്ത ഇടം. കുറച്ച് മുന്നോട്ട് ചെന്നപ്പോഴാണ് ആ 2 മോഷ്ടാക്കൾ അവിടെ ഇരിക്കുന്നത് കാണുന്നത്. അങ്ങനെ അവൾ ബഹളം വെക്കാൻ, എടോ എന്നെ ആരാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, എന്തിനാണ് എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത്, നിങ്ങളൊക്കെ ആരാണ്, എന്നെ ഇവിടെ നിന്ന് തുറന്നു വിട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഞാൻ പോലീസിൽ പരാതി കൊടുക്കും, ഓൾറെഡി പോലീസ് നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയാൻ ട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെന്ത് പറഞ്ഞിട്ട് അവൾ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ അവൾ ബഹളം വെക്കുകയാണ്. അവസാനം ആ മോഷ്ടാക്കൾ ഒരാളെ മിത്രയെ ഫോണിൽ വിളിക്കാൻ ട്ടോ. മേഡം, ഈ പെൺകൊച്ചി ഇവിടെ കിടന്ന് ബഹളം വെക്കുകയാണ്, ഇത് പുറത്തറിഞ്ഞാൽ ആകെ പ്രശ്നമാകും, ഞങ്ങൾക്കും അതൊരു വിഷയമാണ് എന്നൊക്കെ പറയാൻ ട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അവിടെ കിടന്ന് അവൾ വല്ലാതെ ബഹളം വെക്കുകയാണെങ്കിൽ നിങ്ങൾ അവളെ കൊന്നേക്ക് എന്ന് പറയാണ്. ഓക്കെ മേഡം, അത്രയ്ക്ക് വേണോ എന്നവർ ചോദിക്കുന്നുണ്ട്. വേണം എന്ന് തന്നെ തിരിച്ചു പറയാൻ ട്ടോ മിത്ര.